തെറ്റുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐഡിയ. An idea can change your life. ഹലോ, ഞാനോ അവറാച്ചനോ? ഞാൻ ഇന്നലെ അമേരിക്കയിൽ ഇവിടെ എത്തി. ഇല്ലേ? നമ്മുടെ വയനാട്ടിലെ 1000 ഏക്കർ തേയിലത്തോട്ടല്ലേ, അത് ഫ്രീ ആയിട്ടാണ് കൊടുത്തേനെ. നമ്മുടെ കണ്ടേനോ അയച്ചോ? അല്ല, ഇത് എന്നോട് പൈസ ഇങ്ങനെ പോകുന്നേ. അകത്തെ അമേരിക്കയിലേക്ക് ISD വിളിച്ചോണ്ടിരിക്കാൻ കുറച്ചോട് വെയിറ്റ് ചെയ്യണ്ടേ? ഇല്ല പുള്ളിയാണ്, ഇല്ല പുള്ളിയാണ്. രാവിലെ തന്നെ ഇങ്ങനത്തെ കോളൊക്കെയാണ്. പത്രം അന്നപ്പോ ഓക്കെ കേട്ടോ. ഓക്കെ ഓക്കെ ചേട്ടാ. ബില്ലെന്തായി? വിളിച്ചോ? കുറച്ചായിട്ട് മതി തന്നെ മതി തന്നെ. കണ്ടിട്ടെ 2250 രൂപ. 2250 രൂപ അല്ലേ? അതെ അതെ 2250. അതെ. എന്റെ അങ്കിള് തരും കേട്ടോ. അങ്കിളാ? അമേരിക്ക അങ്കിൾ? ഏതങ്കിള്? ജോർജ് അങ്കിളെ? ജോർജ് അങ്കിളാ? അമേരിക്കയിലെ ജോർജ് അങ്കിളെ? രാവിലെ തന്നെ 2250 രൂപയുടെ കോളാണ് ആ പിരാന്തം വിളിച്ചത്. ഭാഗവാനെ ലോക്കലെങ്കിൽ ലോക്കൽ. എത്രയാ നമ്പർ? മറ്റേ നമ്പർ. അതെ നിങ്ങളതിന്റെ മുതലാളി? നമ്മൾ നിന്റെ മുതലാളി അല്ലപ്പോ നിങ്ങളതിന്റെ മുതലാളി? നമ്മളെന്നെ മുതലാളി. അത്യാവശ്യമായിട്ട് ഒരു എസ്റ്റിഡി ഉണ്ടല്ലോ. എസ്റ്റിഡിയാണോ? അതെ. വിളിച്ചോന്നേ. അപ്പൊ അവിടെ എസ്റ്റി വിളിക്കുമ്പോ താണ്ട് ലോക്കലി അവിടെ അനങ്ങാണ്ടിരിക്കണ്ടേ ആയപ്പാ. ഹലോ സുരേഷ, എന്നായിട്ടുണ്ട് വിശേഷം? സുഖം തന്നെയാണോ? ഓ എനിക്ക് സുഖം തന്നെ. ഓ എടാ, ഒരു കാര്യം പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. നീ അത്യാവശ്യമായിട്ട് എനിക്ക് കുറച്ച് പൈസ അയച്ചു തരണം. 5 പൈസയുടെ കയ്യില് പോക്കറ്റ് കാലിയാ. അയച്ചു തന്നെ വെച്ചു. ഓ ഞാൻ പിന്നീട് വിളിക്കാം. ഓ ശരി ശരി ഓക്കെ. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? 2 കോളാണ് പോയത്. ഓ രാജപ്പാ, തന്റെ നമ്പർ എത്രയാ? ഓ ആരെന്നെ വിളിക്കണ്ട. അതെന്താ എനിക്ക് വേണ്ടാത്തേ? ഞാൻ രാവിലെ വിളിക്കാറില്ല. നീ വിളിച്ചിട്ട് കാര്യമില്ല. ഞാൻ നാളെ വിളിക്കാം. എന്തെങ്കിലും വേണ്ട. അല്ല രാജപ്പാ, താനല്ലേ ഇന്നലെ മറ്റേ പശുവിനെയും കൂട്ടിയിട്ട് മറ്റേ ബാങ്കിലേക്ക് പോകണ്ട എന്നാ വെച്ചതാ? ഓ അതോ, ഇന്നലെ പത്രത്തെ കണ്ടിട്ടുണ്ടേ പശുവിനെ ലോൺ കൊടുക്കുന്നുണ്ടെന്ന്. ഞങ്ങൾ പോയാലോ ലോൺ തരുന്നില്ല. അതാ പശുവിനെ കൊണ്ട് പോയത്. എടാ വേണ്ട, പശുവിനുള്ള ലോൺ കൊടുക്കുന്നേ ബാങ്ക്, പശുവിനെ വാങ്ങിക്കാൻ ലോൺ കൊടുക്കുന്നത്. ഇതെല്ലാം ചോദിച്ചിട്ട് വേണ്ട പോവാൻ എന്റെ പൊട്ട. അതോടെ പോയാ സെക്യൂരിറ്റിക്കാരനോ ഐഡിയാക്കിയല്ലേ അറിയുന്നത്. ചേട്ടാ കോയമ്പത്തൂരിലെ അമ്മായിന്റെ മകൻ ബാബുനെ വിളിക്കണമായിരുന്നു. കോയമ്പത്തൂരൊക്കെല്ലേ സ്റ്റീഡിയ? അല്ലെന്നേ, അമ്മായിന്റെ മകൻ ബാബുനെ വിളിക്കണ്ടേ? അതെ കോയമ്പത്തൂരൊക്കെല്ലേ? അതെ സ്റ്റീഡിയ. ബാബുനെ വിളിക്കണ്ടെന്നേ? അതെ കോയമ്പത്തൂരൊക്കെല്ലേ? അല്ലെന്നേ, ബാബുനെ. ആരെ വിളിക്കണ്ടേ? കോയമ്പത്തൂരിലെ അമ്മായിന്റെ മകൻ ബാബുനെ വിളിക്കണമായിരുന്നു. അതിനകത്ത് വിളിച്ചോ? അവിടുന്നാണോ വിളിക്കണ്ടേ? അവിടുന്നാണോ വിളിക്കണ്ടേ? ആ പെട്ടിക്കകത്താണോ വിളിക്കണ്ടേ? ഇതിനകത്ത് തീരായിട്ട് ബാബേ ബാബേ ബാബേ
ഭ്രാന്തന്മാർ കുറ്റിയും പൊടിച്ച് രാവിലെ ഇറങ്ങും മനുഷ്യനെ കണക്കെടുത്തായിട്ട്. ഭ്രാന്തം കുളിച്ചാൽ ISD കോളാ വിളിച്ചത്. ഒന്ന് തറവാട്ടിലേക്ക് കൊടുക്കണം. ഹലോ അവിടെ ചോദിച്ചോളാം. തറവാട് തന്നെ ചേട്ടാ കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടും. ചേട്ടാ ഒരു ഗ്ലാസ് ഉണ്ടോ വേണം?